ഹായ് എവറി വൺ. HSC ഇംഗ്ലീഷ് സിലബസിൽ പാർട്ട് 1 15 മാർക്സാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. അതിൽ മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ്, 5 മാർക്സാണ് അതിനുള്ളത്. ദെൻ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 10 മാർക്സാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ലിറ്ററേച്ചർ പാർട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇത് അവസാനം നോക്കാമെന്ന് വിചാരിച്ച് നിന്നാൽ നമ്മുടെ ഹൈ സ്കോർ നേടുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് നയിക്കാൻ അത് കാരണമായേക്കാം. അപ്പോൾ നമ്മൾ പാർട്ട് 1നും മറ്റുള്ള പാർട്ടിന് നമ്മൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ 15 മാർക്സ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് 5 മാർക്സാണ്. നമ്മുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഹിസ്റ്ററി ആൻഡ് കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, പെഡഗോജിക് അനാലിസിസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്, കരിക്കുലം, NCF, KCF, ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ദെൻ ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ് ഓഫ് ടീച്ചേഴ്സ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു പാർട്ട് 2 നമ്മൾ കാണുന്നത്. 5 മാർക്സാണ് നമുക്ക് ആ ഒരു പാർട്ടിൽ കിട്ടാനായിട്ട് പോകുന്നത്. സോ പാർട്ട് 1 and 2 കംപ്ലീറ്റ് ആയിട്ട് 20 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ബാക്കി 80 മാർക്സിനാണ് ഗ്രാമർ, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ പാർട്ടിൽ നിന്ന് മൊത്തത്തിലായിട്ട് വരുന്നത്. ഇങ്ങനെ 100 മാർക്കാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. പാർട്ട് 3 മൊഡ്യൂൾ 1 പോയട്രി ആണ്. ഇവിടെ നമുക്ക് ഒരു 23 പോംസാണ് പഠിക്കാനുള്ളത്. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പോംസാണ്. ബട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ലൈനും ഓരോ സ്റ്റാൻസയും ഇയറും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റും എല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പോത്തിൽ എത്ര സ്പീക്കേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡ്രാമയാണ്. ടോട്ടലി 10 ഡ്രാമാസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത്, ഡ്രാമകളൊക്കെ പഠിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മറ്റേതൊരു വർക്കും പഠിക്കുന്ന സമയത്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ നോട്ട് ചെയ്ത് പോകണമെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ ക്യാരക്ടേഴ്സും, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള റിലേഷനും, അവർ തമ്മിലുള്ള കോൺവെർസേഷൻസും, അതുപോലെ തന്നെ ഡ്രാമയിൽ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും വേർഡോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസസോ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഓരോ വർക്കിൻ്റെയും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഓതേഴ്സിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോസ് ആൻഡ് ഫിക്ഷനാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇയർ, ക്യാരക്ടേഴ്സ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നോക്കണം. ഒരു 10-11ഓളം ഫിക്ഷനും പ്രോസ് വർക്കുകളും ഒക്കെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ് ആണ്. ക്രിട്ടിക്കൽ ടേംസും അതുപോലെ കുറേ ക്രിട്ടിക്കൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്കൊരു 9ഓളം ടോപ്പിക്ക് ലിറ്റററി ക്രിറ്റിസിസം ഭാഗത്തുനിന്ന് പഠിക്കാനുണ്ട്. ദെൻ കുറച്ച് ക്രിട്ടിക്കൽ ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. MH അബ്രാമിൻ്റെ എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ നമുക്ക് ഒരുപാട് ലിറ്റററി ടേംസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന മറ്റൊരു മൊഡ്യൂളാണ്. അവിടെ നമുക്കൊരു 12ഓളം ടോപ്പിക്സ് പഠിക്കാനായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബട്ട് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂള് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സെൻറ്റൻസ് കറക്ഷന്, വൊക്കാബുലറി, സിനോണിംസ്, ആൻറ്റോണിംസ്, ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്, ഇതെല്ലാം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും, ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് മൊഡ്യൂൾ ബേസിക് ഗ്രാമറാണ്. ഇതിലും ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസ്, ഫ്രേസൽ വെർബ്, കൺജങ്ഷൻ, റിപ്പോർട്ട് സ്പീച്ച്, അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നതായിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഗ്രാമറാണ്. വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് അതല്ലെങ്കിൽ ഗ്രാമർ ഇഷ്ടമില്ലാത്തവർ ഈ ഒരു മൊഡ്യൂളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഗ്രാമർ അറിയുന്നവർക്കാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളും നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളൊക്കെ നമ്മൾ BEdന് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ആ ഒരു ബുക്സും കാര്യങ്ങളൊക്കെ തന്നെ റെഫർ ചെയ്താൽ മതിയാവും. ബിഹേവിയറിസം, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റീവിസം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് ലിസണിങ്,
സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ICT, അതുപോലെ തന്നെ പ്രോസ്, പോയട്രി, ഗ്രാമർ ഇതൊക്കെ എങ്ങനെ ടീച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവാലുവേഷൻ മെത്തേഡ്സ്, ലേണേഴ്സ് ടൈപ്പ്, ടീച്ചിങ് ലേണേഴ്സ് വിത്ത് ഡിസേബിലിറ്റി, NCF, KCF ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമ്മൾ കുറച്ച് അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സിലബസ് ചേഞ്ച് ആയാലും ഈ ഒരു ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബേസിക് ഗ്രാമർ, ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ചേഞ്ച് ആവാൻ പോണില്ല. ചേഞ്ച് ആവുന്നത് ആ ഒരു ലിറ്ററേച്ചർ പാർട്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചേഞ്ച് ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ചേഞ്ച് ആവാത്ത പോർഷൻസ്, ഇപ്പോൾ ജനറൽ നോളജ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുക. സിലബസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആ ഒരു പോർഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.